വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഖാന വെച്ചിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മഖാനയാണ്. അത് നന്നായിട്ടൊന്ന് 5-6 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ മഖാന എടുത്ത് നമ്മളൊന്ന് വിരൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് പൊടിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ റോസ്റ്റായി കിട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് നമ്മുടെ മിക്സിയിലോ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അത് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി മാഷ് ചെയ്തെടുക്കുക ഒരു ഫോർക്ക് വെച്ചിട്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ച മഖാനയില്ലേ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ കൈ വെച്ച് പൊടിച്ചെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിലും ചെറിയ തരികൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ബട്ടൺ ഞെക്കി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. വല്ലാതെ പൗഡറായി പോകണ്ട. ഇതൊന്ന് കഴിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇതേപോലെ നന്നായിട്ട് മിക്സായി വരണം. ഇനി അടുത്ത് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടുവാണ്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ഞാൻ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാണ്. കൂടെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ആഡ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് സവാള വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം പച്ചമുളക് ഇട്ടതുകൊണ്ട് ഈ മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്പൈസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചില്ലേ പൊട്ടാറ്റോയും മക്കാനയും കൂടെ, ആ മിക്സ്ചറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാല നന്നായിട്ട് ഇതിൽ മിക്സായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില ആഡ് ചെയ്യാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാണ്, ഒരു ബൈൻഡിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഫോൾഡ് ചെയ്ത് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ഓരോ ബോൾസായിട്ട് എടുക്കുക. നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാൻ എല്ലാ കട്ട്ലറ്റ്സും ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്കൊരു 11 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദയുടെ മിക്സ് റെഡിയാക്കണം. അതിനുവേണ്ടി 4 ടീസ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരം നമുക്ക് മുട്ടയും എടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് 2-3 ബ്രെഡ് പൊടിച്ചതാണ്. ഇനി നമ്മൾ ഓരോ കട്ട്ലറ്റും ഈ മൈദ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കുക.
എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് അതും ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട്ലറ്റ്സ് എല്ലാം കോട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇതേപോലെ എല്ലാ കട്ട്ലേറ്റ്സും നമുക്ക് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ്സ് ഒരു സൈഡ് ഒന്ന് ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഈ ഇങ്ങനത്തെ പാനല്ല, കുറച്ച് വൈഡായിട്ടുള്ള പാൻ എടുത്ത് നമുക്ക് കൂടുതൽ കട്ട്ലെറ്റ്സും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, ഈസി ആയിട്ട്. അങ്ങനെ നമ്മുടെ കട്ട്ലെറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്